ഹായ്, ഐ എം നുഹ്മാൻ, III CMA ഫാക്കൽറ്റിയാണ്. അപ്പോൾ III CMA യൂട്യൂബ് ചാനലിൽ നമ്മൾ ഓരോ പാർട്ടിലെയും സെക്ഷൻ്റെ കുറച്ച് ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിന്ന് നോക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് പാർട്ട് 1 സെക്ഷൻ എ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡെസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ CMA USA അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സെക്ഷനിലാണ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. അക്കൗണ്ടിങ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം അല്ലേ, ഇതിപ്പോൾ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കായിരിക്കും ഒന്നുകൂടി കണക്ട് ചെയ്യാൻ പറ്റുക. അല്ലാത്ത ആളുകൾക്കും CMA ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബേസ് മുതൽ തന്നെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് അല്ലാതെ സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നമ്മൾ ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കൗണ്ട്സിൻ്റെ. ഞാൻ ജസ്റ്റ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഈ ഒരു സെക്ഷനിലെ ഒരു ഐഡിയ മാത്രമാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം അക്കൗണ്ടിങ് എന്താണെന്ന് അറിയണം അല്ലേ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ ഒരു ബിസിനസ്സിൽ അല്ലേ, ഒരു ബിസിനസ്സിൽ കുറേ മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. സോ മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെന്ത് പറയും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും കോസ്റ്റ് അക്കൗണ്ടിങ്? ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷനിൽ പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഒരു കമ്പനിയിൽ വരുന്ന ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് അല്ലേ, ഒരു ബിസിനസ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഒരു ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഒരു ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. സോ ഒരു ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കണ്ടേ. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബിസിനസ്സിൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയതുണ്ടാവും. സോ എവിടെ നിന്നൊക്കെയാണ് ക്യാഷ് കിട്ടിയത്? നമ്മൾ ക്യാഷ് കൊടുക്കും അല്ലേ, ആർക്കൊക്കെയാണ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് കടം തന്നവരുണ്ടാവും. സോ അവർക്ക് നമുക്ക് പൈസ കൊടുക്കാനുണ്ട്. സോ നമ്മൾ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്. അതുപോലെ നമ്മൾ അങ്ങോട്ട് കടം കൊടുത്തിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് കിട്ടാനുള്ള ക്യാഷ് ആരൊക്കെ കയ്യിൽ നിന്നാണ്? ഇതൊക്കെ എഴുതി വെക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊക്കെ എഴുതി വെക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു ബിസിനസ്സിൽ കുറേ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണമെങ്കിൽ ഇത് എഴുതി വെക്കണം അല്ലേ. മുന്നേ എഴുതി വെക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി, റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റെക്കോർഡ്സ് ബിസിനസ്സിലെ ആളുകൾ നോക്കും, മാനേജ്മെൻറ്റ് നോക്കും. ആ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, ആ കമ്പനിക്ക് എത്ര പൈസ കൊടുക്കാനുണ്ട്, ആ കമ്പനിക്ക് എത്ര പൈസ കിട്ടാനുണ്ട് എന്ന് മാനേജ്മെൻറ്റ് നോക്കും. അതുപോലെ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ നോക്കും. ഇൻവെസ്റ്റേഴ്സ് എന്തിനാണ് നോക്കുക? ആ കമ്പനി പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ലോസിലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഈവൻ ബാങ്കുകൾ നമുക്ക് ലോൺ തരാം അല്ലേ. ലോൺ എടുക്കാൻ നമ്മൾ പോകില്ലേ, ബാങ്ക് പോകില്ലേ. അപ്പോൾ ബാങ്ക് പോകുമ്പോൾ ബാങ്ക് വെറുതെ ഒരു ബിസിനസ്സിന് എന്ത് തരില്ല, ലോണ് തരില്ല. നമ്മളെ അക്കൗണ്ട്സ് നോക്കും. അതായത് നമ്മളെ അക്കൗണ്ട്സിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ കുറച്ച് കാലങ്ങളായി നോക്കിയിട്ട് അതിൻ്റെ ബേസിലാണ് നമുക്ക് ലോണും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ഗവൺമെൻറ്റിന് അറിയണം കമ്പനി പ്രോഫിറ്റബിൾ ആണെങ്കിൽ അവർക്ക് എന്ത് വാങ്ങിക്കാനുണ്ട്, ടാക്സ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സമ്മറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പൊതുവെ അതിന് വിളിക്കുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. എന്താ വിളിക്കടാ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്.
ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ കടം തരുന്ന ആളുകൾ, അല്ലേ, ബാങ്ക്, ഗവൺമെൻറ്, മാനേജ്മെൻറ്റ്, ഇവരൊക്കെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് സെക്ഷൻ എയിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്, നമ്മൾ CMA USA ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ CMA USA പഠിക്കുമ്പോൾ US നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. US GAAP എന്ന് പറയും കേട്ടോ, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. US കമ്പനീസ് ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ അതിൽ പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് തയ്യാറാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇഷ്ടത്തിന് തയ്യാറാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇഷ്ടത്തിന് തയ്യാറാക്കുമ്പോൾ ഒരാൾ ഡിഫറെൻറ്റ് ഫോമാറ്റ് ആയിരിക്കും, മറ്റൊരാൾ ഡിഫറെൻറ്റ് ഫോമാറ്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ഫോമാറ്റ് ആവുമ്പോൾ യൂസേഴ്സിന് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, കമ്പയർ ഒക്കെ ചെയ്യുമ്പോൾ അല്ലേ, ഒരേ ഫോർമാറ്റിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ ഈസി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതൊക്കെ എവിടെയൊക്കെ വരുന്നത്. സോ US GAAPലെ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ്. അതാണ് US GAAP എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, US ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ചെറിയൊരു മാറ്റം എന്താ ചോദിച്ചാൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താടാ, സമ്മറി എന്നാണ്. അപ്പോൾ നമ്മൾ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതാ സബ്ജക്റ്റിൻ്റെ പേരാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറിക്കാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഈ 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്, ഈ 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളതാ, എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡെസിഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ എയിൽ പഠിക്കാനുള്ളത്. അതുപോലെ എപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ഒരു അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു എക്സാം പാസ്സാവാൻ നമുക്ക് CMASൻ്റെ എക്സാം പാസ്സാവാൻ നിങ്ങൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ലോജിക്ക് ആ ഒരു കോൺസെപ്റ്റ് വെച്ച് പഠിച്ചാൽ മതി. പക്ഷേ നമുക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് അതിൻ്റെ ബേസൊക്കെ അറിയണം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളതെന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് പറയാം. സോ ഓൾറെഡി കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു ഐഡിയ ഉണ്ടാവും. അല്ലാത്തവർക്ക് എന്തായാലും ഇതിൻ്റെ ബേസ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂടാ, കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ CMAS ത്രൂ ഔട്ട് എടുക്കുമ്പോൾ സെക്ഷനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യാം, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം അല്ലേ, ഒരു റിയൽ സിനാരിയോ രൂപത്തിൽ പറഞ്ഞു തരാം. അപ്പോൾ 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഒന്ന് ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, ഒന്ന് ബാലൻസ് ഷീറ്റാണ്. മറ്റൊന്ന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ലേ, അതുതന്നെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻവെസ്റ്റേഴ്സും ആളുകളൊക്കെ അധികം യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈ 3 എണ്ണമാണ്. പിന്നെ എക്സ്ട്രാ ഒരു 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കൂടിയും നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം. കൂടാതെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ട്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി.
ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം അല്ലേ, CMA USA ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് US GAAP അണ്ടറിൽ പ്രിപ്പയർ ചെയ്യാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് CMA USൽ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് CMA USA എക്സാം പാസ്സാവാൻ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സിലബസിൽ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇതിൻ്റെ യൂസ് എന്താണ്, ഇതിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരും, ഇത് എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുക, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അല്ലേ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ എന്താണെന്നുള്ളൊരു ഡൗട്ട്. അല്ലെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൾറെഡി മേ ബി അവർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ പഠിച്ചിട്ടുള്ള രീതി എന്ന് പറയുന്നത് മേ ബി വ്യത്യസ്തമായിട്ടായിരിക്കാം. അതായത് ബൈ ഹാർട്ടിൻ്റെ രീതിയിലോ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ, അങ്ങനെ വന്നാൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചതായിരിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ പക്ക എന്ത് ചെയ്യണം, കോൺസെപ്ച്വൽ ക്ലാരിറ്റി വെച്ചിട്ട് പഠിക്കണം. അപ്പോൾ ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയാലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കി തരടാ, ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, അത് എന്താണ്, അത് എന്തിനാണ് എന്ന് നമുക്കൊരു ഒറ്റ എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് $1,00,000 ക്യാഷ് നമ്മൾ റേസ് ചെയ്തു. എങ്ങനെ ക്യാഷ് റേസ് ചെയ്തത്? ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം ഇത് മനസ്സിലാക്കി വെക്കുക, ഓണേഴ്സിൻ്റെ ഫണ്ടാണ് ഷെയർ ആയിട്ട് വരിക, ഓണേഴ്സിൻ്റെ ഫണ്ടാണ് ഷെയർ ആയിട്ട് വരിക. ഓക്കെ, പിന്നെ കടം വാങ്ങി 50,000. ഈ പൈസ ഒക്കെ വെച്ചിട്ട് ഇവർ പോയിട്ട് എന്ത് വാങ്ങിച്ചു, മെഷീൻ വാങ്ങിച്ചു. ഇവരെന്ത് ചെയ്തു, ചെറിയൊരു ലോൺ എടുത്തു. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താടാ, നമുക്ക് സെയിൽ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് അല്ലേ, ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. ഇത് പർച്ചേസ് ചെയ്ത് തന്നെ 10,000 ക്യാഷ് കൊടുത്തിട്ടുള്ളൂ, ബാക്കി 40,000 ഈ ബിസിനസ്സിൽ കടത്തിനാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മളെ കമ്പനി സെയിൽ നടന്നു. സെയിൽ ടോട്ടൽ 75,000 സെയിൽ നടക്കുന്നുണ്ടെങ്കിലും കയ്യിൽ എത്ര ക്യാഷ് കിട്ടിയിട്ടുള്ളൂ, 5,000. ബാക്കി 70,000 ക്രെഡിറ്റ് സെയിൽസ് ആണ്, കസ്റ്റമർ പിന്നെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആക്രൂഡ് സാലറി എന്ന് പറഞ്ഞാൽ സാലറി നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ എത്ര എമൗണ്ട് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എത്ര കിടക്കുന്നുണ്ടോ, ഒരു $2,000 സാലറി നമുക്ക് കൊടുക്കാനുണ്ട്. പിന്നെ പറയുന്നത് നമുക്ക് റെൻറ്റ് കൊടുക്കാനുണ്ട്. റെൻറ്റ് എത്രയാടാ, $6,000. പിന്നെ പറയുന്നത് ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്. ഇൻട്രസ്റ്റ് എത്രയാ, 10,000 അല്ലേ, ലോൺ എടുത്ത ഇൻട്രസ്റ്റ് പലിശ കൊടുക്കണം. പിന്നെ ഗവൺമെൻറ്റിന് എന്ത് കൊടുക്കാനുണ്ട്, ടാക്സ് കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ സിനാരിയോ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് മനസ്സിലാവുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എങ്ങനെയാണ് എപ്പോഴാണ് റെക്കോർഡ് ചെയ്യാമെന്ന് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പോവാടാ, മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഓക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഫസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാടാ, ബാലൻസ് ഷീറ്റ് എടുക്കുക കേട്ടോ. ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിന് പ്രോപ്പർ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടടാ, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് പോകുന്നില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യടാ, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കടം വാങ്ങിയാൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടേ, കടം വാങ്ങിയാൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടേ. ഇപ്പോൾ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ്, നമ്മൾ കൊടുക്കാനുള്ള ക്യാഷിനെയാണ് ലയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഓണേഴ്സിൻ്റെ ഫണ്ടില്ലടാ, ഓണേഴ്സിൻ്റെ ഫണ്ടിനാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിറ്റി എന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മളെ കമ്പനി ബിസിനസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയുക, അസറ്റ് അല്ലേ. ഈ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളെ കമ്പനി എന്ത് ചെയ്യുന്നത്, ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത്. ഏതിൽ നിന്ന്, ബിസിനസ്സിൽ നിന്ന്. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിൽ 3 കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുക. ഒന്ന് ലയബിലിറ്റി,
കൊടുക്കാനുള്ളത്. മറ്റൊന്ന് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സിൻ്റെ ഫണ്ട്. അപ്പം അങ്ങനെ മനസ്സിലാക്കി വെക്കാം. മറ്റൊന്ന് അസറ്റ്. നമ്മൾ ആ അസറ്റ് യൂസ് ചെയ്തിട്ടാണ് ആ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇതിൽ ഓരോ ഐറ്റംസും ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഐറ്റം എന്താ, ഓണേഴ്സിൻ്റെ ഫണ്ട് കേട്ടോ. ഓണേഴ്സിന് നമ്മൾ കമ്പനിയുടെ ഷെയർ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കും. ഓക്കെ, അപ്പോൾ സേഫ് എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ഷെയർ എന്ന് പറഞ്ഞാൽ ഓണേഴ്സിൻ്റെ ഫണ്ട്. ഓണേഴ്സിൻ്റെ എത്ര ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിടാ ബിസിനസ്സിൽ? 100,000. അപ്പോൾ ഈ 1,00,000 നമ്മൾ ഷെയർസ് എന്ന് പറഞ്ഞിട്ട് 1,00,000 നമ്മൾ എന്ത് ചെയ്തിടാ, എമൗണ്ട് നമ്മൾ ഷെയർ എന്ന് പറഞ്ഞ് കാണിച്ചു. ആരെ ഫണ്ടാ? ഓണേഴ്സിൻ്റെ ഫണ്ട്. ഇപ്പോൾ 1,00,000 ക്യാഷ് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടം വാങ്ങി. ഇപ്പോൾ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ഇതെന്താ, ലയബിലിറ്റിയാണ്. അപ്പോൾ ഇത് എന്ത് ബോറോയിങ്സ് എന്നാണ് പറയുന്നടാ? ലോങ് ടേം ബോറോയിങ്സ്. ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഷോർട്ട് ടേം എന്തായിരിക്കും? 1 വർഷത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട കടങ്ങളെ ഷോർട്ട് ടേം എന്നും, ലോങ് ടേം എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ട കടങ്ങളെ 1 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ട കടങ്ങളെ ലോങ് ടേം എന്നും, 1 വർഷത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട കടങ്ങളെ നമ്മൾ എന്തും പറയടാ, ഷോർട്ട് ടേം എന്നും പറയും. അല്ലെങ്കിൽ ലോങ് ടേമിനെ നമ്മൾ നോൺ കറൻറ്റ് എന്ന് പറയും, ഷോർട്ട് ടേമിനെ നമ്മൾ കറൻറ്റ് എന്നും പറയും. അപ്പോൾ ഞാൻ ലയബിലിറ്റി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി പറഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. മറ്റൊന്ന് നോൺ കറന്റ് ലയബിലിറ്റിയാണ്. നോൺ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട എമൗണ്ടുകൾ ഉണ്ടാവില്ല. അതാണ് നോൺ കറന്റ് ലയബിലിറ്റിയിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ ലോങ് ടേം ബോറോയിങ്സ് 50,000 എന്ന് പറയുമ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ പോരടാ. അപ്പോൾ നമ്മൾ ലോങ് ടേം ബോറോയിങ്സ് അല്ലെങ്കിൽ ലോങ് ടേം ലോൺ എന്ന് പറഞ്ഞിട്ട് 50,000 കാണിച്ചു. ഓക്കെ, ലോങ് ടേം ലോൺ എന്ന് പറഞ്ഞിട്ട് 50,000 കാണിച്ചു. ഇപ്പം നമ്മളെ കയ്യിൽ ശ്രദ്ധിച്ചു നോക്കടാ, ഇപ്പം നമ്മളെ കയ്യിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് 1,00,000 ഉണ്ട്, അതുപോലെ ലോങ് ടേം ലോൺ എന്ന് പറഞ്ഞിട്ട് 50,000 ഉണ്ട് അല്ലേ. അപ്പോൾ 1,50,000 ക്യാഷ് ആയില്ലടാ. പിന്നെ ഇവിടെ നോക്കടാ, ഇവരൊരു ഷോർട്ട് ടേം ലോൺ എടുത്തിട്ടുണ്ട്, 1 വർഷത്തിനുള്ളിൽ പേ ചെയ്യേണ്ട ലോൺ. അത് എത്രയാണ്? 30,000. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ടടാ. അപ്പോൾ ഷോർട്ട് ടേം ലോൺ എന്ന് പറഞ്ഞാൽ കറന്റ് ലയബിലിറ്റി ആണ്. കാരണം എന്താടാ, 1 വർഷത്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പോൾ 30,000 ഷോർട്ട് ടേം ലോൺ. അപ്പോൾ നമ്മളെ കയ്യിലെ പൈസ എത്രയായി? ഓണേഴ്സിൻ്റെ ഫണ്ട് 1,00,000. ഓണേഴ്സിൻ്റെ ഫണ്ട് 1,00,000. കടം വാങ്ങിയത് 50,000 ലോങ് ടേം ആയിട്ടും അതുപോലെ ഷോർട്ട് ടേമിലേക്ക് 30,000. അപ്പോൾ ടോട്ടൽ നമ്മളെ കയ്യിലെ ക്യാഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കറണ്ട് അസറ്റ് എഴുതുന്നുണ്ട്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കറണ്ട് അസറ്റ് എന്നും, 1 വർഷം കഴിഞ്ഞിട്ട് ലോങ് ടേമിൽ നമുക്കത് ടോട്ടൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അതിന് നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കറണ്ട് അസറ്റ്. അപ്പോൾ ക്യാഷ് എന്തായാലും കറണ്ട് അസറ്റ്, കാരണം അത് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് തന്നെ ഇരിക്കല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളെ കയ്യിലെ ക്യാഷ് 1,80,000 ഇല്ലടാ. നമ്മളെ കയ്യിലെ ക്യാഷ് 1,80,000 ഉണ്ട് നമ്മളെ കയ്യിലെ ക്യാഷ്. ഈ ക്യാഷ് നമ്മൾ എന്തിനാടാ കടം വാങ്ങിച്ചും ഓണേഴ്സിൻ്റെ ഫണ്ടൊക്കെ എടുത്ത്? വെറുതെ അല്ലല്ലോ, എന്ത് ചെയ്യാനാ, ബിസിനസ് ചെയ്യാനല്ലേ. അപ്പോൾ അതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തടാ, ഇതിൽ ചെയ്ത കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്താൽ മതിയല്ലോ അല്ലേ. ഇപ്പോൾ ഇത് ചെയ്തു, ഇത് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ നിൽക്കുന്നത് ഇതാടാ, നമ്മളൊരു മെഷീൻ വാങ്ങി. ആ മെഷീൻ ഏകദേശം 10 വർഷത്തേക്ക് യൂസ് ചെയ്യാം അല്ലേ, മോർ ദാൻ 1 ഇയർ. അപ്പോൾ അത് നോൺ കറൻറ്റ് അസറ്റ് ആണ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പോൾ ആ മെഷീൻ എന്തുകൊണ്ട് അസറ്റടാ? ആ മെഷീനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്ത് എന്ത് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്? ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെഷീൻ വാങ്ങിച്ചോടാ. മെഷീന് എത്ര ഡോളറിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്? 1,00,000 ക്യാഷ് കൊടുത്താലേ നമുക്ക് മെഷീൻ കിട്ടുള്ളൂ അല്ലേ. 1,00,000 ക്യാഷ് കൊടുത്താലല്ലേ മെഷീൻ കിട്ടുള്ളൂടാ. നമ്മളെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് ഇപ്പോൾ? 1,80,000 ക്യാഷ് ഇല്ലേ. അപ്പോൾ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാണ്? മെഷീന് പർച്ചേസ് ചെയ്യാണ്. ആ മെഷീന് ടോട്ടൽ വരുന്നത് 1,00,000 ക്യാഷ് അല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. 1,00,000 ക്യാഷ് കൊടുത്തിട്ട് ഞാൻ എന്ത് വാങ്ങിച്ചോടാ?
മെഷീൻ വാങ്ങിച്ചു. ഇനി പറയാം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് 1.80 ഉണ്ടോ? ഇല്ല. ഇതിൽ 1 ലക്ഷം ഞാൻ എന്തിനു കൊടുത്തു? മെഷീന് കൊടുത്തില്ലേ? ഇപ്പം എൻ്റെ 1,80,000 1 ലക്ഷത്തിന് ഞാൻ മെഷീന് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ കയ്യിൽ ക്യാഷ് എത്രയേ ഉള്ളൂടാ? ജസ്റ്റ് 80,000 എൻ്റെ കയ്യിൽ എന്തുള്ളൂ? ക്യാഷ് വന്നിട്ടുള്ളൂ അല്ലേ? ബാലൻസ് ഉള്ളൂ. ബാക്കി ഡോളർ ഞാൻ എന്ത് വാങ്ങാൻ കൊടുത്തോടാ? മെഷീന് പർച്ചേസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് കരുതുന്നുണ്ടാ? അടുത്ത ട്രാൻസാക്ഷൻ കേട്ടോ. അപ്പോൾ അത് നമ്മൾ പക്ക ഒരു ബിസിനസ് വ്യൂ പോയിന്റിൽ അല്ലേ, ഒരു റിയൽ സിനാരിയോയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അടുത്തൊരു സിനാരിയോ എന്ന് പറയുന്നത്, നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് വേണ്ടേ, അല്ലെങ്കിൽ സെയിൽ ചെയ്യണമെങ്കിൽ അല്ലേ ഇൻവെൻട്രി വേണ്ടേ? അപ്പോൾ നമ്മൾ ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുക. ഇൻവെൻട്രി പർച്ചേസ് ചെയ്യണം അല്ലേ? ഇൻവെൻട്രി നമുക്കൊരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ 2-3 ടൈപ്പ് ഇൻവെൻട്രി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളെ കയ്യിൽ നിന്ന് ഇൻവെൻട്രി പർച്ചേസ് ചെയ്തിട്ട് അത് സെയിൽ ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തോടാ? ഇൻവെൻട്രി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇൻവെൻട്രി ഞാൻ ടോട്ടൽ എത്രയും പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ 10,000 + 40,000 50,000ൻ്റെ 50,000 ഡോളറിൻ്റെ ഇൻവെൻട്രി ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷായിട്ട് ഞാൻ എത്ര കൊടുക്കുന്നുള്ളടാ? 10,000 കൊടുക്കുന്നുള്ളൂ. ബാക്കി 40,000 ഞാൻ അയാളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പൈസ പിന്നെ തരാം അല്ലേ, ക്രെഡിറ്റിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ആ കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് ഇൻവെൻട്രി പർച്ചേസ് ചെയ്യാം. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിലാട്ടോ വരിക. അതിൻ്റെ റീസൺ എന്താ ചോദിച്ചാൽ, നമുക്ക് 1 വർഷത്തിനുള്ളിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യില്ലേ, ലോങ് ടേമിലേക്ക് വെക്കാനല്ല ഇൻവെൻട്രി. എന്തിനാണ് ഇൻവെൻട്രി വാങ്ങുന്നത്? പെട്ടെന്ന് സെയിൽ ചെയ്ത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനാ. അപ്പോൾ ഞാൻ ടോട്ടൽ എത്ര എമൗണ്ടിൻ്റെ ഇൻവെൻട്രി വാങ്ങുന്നുണ്ടാ? 50,000ൻ്റെ ഇൻവെൻട്രി വാങ്ങുന്നുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റിൽ ഞാൻ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ 50,000 എഴുതും. ഇത് വിൽക്കാൻ വാങ്ങിയതാ, 50,000 എഴുതും. പക്ഷെ 50,000ൽ ഞാൻ എത്ര ക്യാഷ് കൊടുത്തിട്ടുള്ളൂടാ? 10,000 അല്ലേ ക്യാഷ് കൊടുത്തിട്ടുള്ളൂ. അപ്പം എൻ്റെ 80,000ൽ നിന്ന് 10,000 ക്യാഷ് പോവും. ഇപ്പം 80,000 ഉള്ള ക്യാഷ് 10,000 പോയാൽ എത്രയാവും? 70,000 ആവും. എൻ്റെ ക്യാഷ് ബാലൻസ് 70 ആവും. കാരണം 10,000 ഞാൻ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 40,000 കൊടുക്കാനില്ലേ? കൊടുക്കാനുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ 1 വർഷത്തിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും പൊതുവെ. അപ്പോൾ നമ്മൾ അല്ലേ ഡേ ടു ഡേ സെയിലിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ഇൻവെൻട്രി നമ്മൾ മെജോറിറ്റി അല്ലേ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? മോസ്റ്റ് കേസിൽ നമ്മൾ 1 വർഷത്തിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ ബാഡ് ഡെപ്റ്റ് ഒക്കെ വരും. ബാഡ് ഡെപ്റ്റ് അല്ല, നമ്മൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യുന്ന കേസ് വരാം. അപ്പോൾ നമുക്ക് ആക്ച്വലി ക്രെഡിറ്റിന് ആളുകൾ തരിക 1 വർഷത്തിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും സപ്ലയേഴ്സൊക്കെ നമുക്ക് എന്ത് തരണം? ഇൻവെൻട്രി തരുന്നുണ്ടാവാം. അപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് എത്രയുടെ കൊടുക്കാനുള്ളത്? 40,000 കൊടുക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അത് എന്താടാ? ലയബിലിറ്റി അല്ലേ. അപ്പോൾ ലയബിലിറ്റിയിൽ നമ്മൾ എത്ര എഴുതിയടാ? 40,000 എഴുതി. എന്തെന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ? ഇതിൽ നിന്ന് മനസ്സിലായി കാണും അല്ലേ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് സപ്ലയറെ കയ്യിൽ നിന്ന് വാങ്ങി കഴിഞ്ഞിട്ട് അയാൾക്ക് ക്യാഷ് പിന്നെ കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ സപ്ലയർക്ക് കൊടുക്കാനുള്ള ക്യാഷ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടടാ? റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താടാ മനസ്സിലാവുന്നത്? നമുക്കിതിൻ്റെ ലയബിലിറ്റി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫൈനാൻസ് ചെയ്യുന്നത്, ഫണ്ട് റേസ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ അസറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആ ഫണ്ട് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കടാ, ഇവിടെ ലയബിലിറ്റി സൈഡും ഇക്വിറ്റി സൈഡും നോക്കിക്കഴിഞ്ഞാൽ 30,000 ലോണ്, 50,000 ലോങ് ടേം ലോണ്, ഇപ്പോൾ 80, 1 ലക്ഷം ഓണറിൻ്റെ ഫണ്ട് 1,80,000, 40,000 ഇൻവെൻട്രി പർച്ചേസ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഏകദേശം ഇവിടെ എത്രയാടാ? ഏകദേശം ഈ സൈഡിൽ നമുക്ക് 220,000 ആണ് ഫൈനാൻസ് ചെയ്ത ഫണ്ട് കാണുന്നത്. അതിൽ 100,000 ഓണേഴ്സിൻ്റെ ഫണ്ട്, അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ കടം വാങ്ങിയതാണ്, അപ്പോൾ ലയബിലിറ്റിയാണ്, ബാക്കിയൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി റൈറ്റ് സൈഡ് നോക്കടാ. റൈറ്റ് സൈഡിൽ ആ ഫണ്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്ത് മനസ്സിലാവില്ലേ അല്ലേ? മെഷീൻ 1 ലക്ഷത്തിന് വാങ്ങി, പിന്നെയോ ഇൻവെൻട്രി 50,000 ഇൻവെൻട്രി ഉണ്ട്, പിന്നെയോ ക്യാഷ് 70,000 ഉണ്ട്. ഈ സൈഡ് എത്ര വന്നോടാ നിങ്ങൾക്ക്? 220,000 വന്നു. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ബാലൻസ് ഷീറ്റിൽ
അസറ്റ് എപ്പോഴും എന്തിനോട് ഈക്വൽ ആയിരിക്കടാ? അസറ്റ് എപ്പോഴും എന്തിനോട് ഈക്വൽ ആയിരിക്കും? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ആ ഫണ്ട് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് ഏത് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവടാ? അസറ്റ് സൈഡിൽ നോക്കിയാലും മനസ്സിലാവും. ഇതാണ് എന്തുകൊണ്ടുള്ള ഉപകാരടാ? ബാലൻസ് ഷീറ്റ് കൊണ്ടുള്ള ഉപകാരം. അപ്പോൾ ഒരു യൂസർ ബാലൻസ് ഷീറ്റ് നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കമ്പനിക്ക് എത്ര കടമുണ്ടെന്ന് മനസ്സിലാവില്ല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ആ കമ്പനി എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്തത് മനസ്സിലാവും. അതിൽ ഓണേഴ്സിൻ്റെ ഫണ്ട് എത്ര ഉണ്ടെന്ന് മനസ്സിലാവും. അതിൽ അവർക്ക് എന്തൊക്കെ അസറ്റാണുള്ളത്, അവരുടെ കയ്യിൽ എത്ര ക്യാഷ് ഇപ്പം ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂസർക്ക് എന്ത് നോക്കാടാ? ബാലൻസ് ഷീറ്റ് നോക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അതല്ല മനസ്സിലാവുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ലാഭം മനസ്സിലാവോ, പ്രോഫിറ്റ് മനസ്സിലാവോ? ഇല്ല. പ്രോഫിറ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നോക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏതാ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് നോക്കുന്നടാ? ആ കമ്പനി പ്രോഫിറ്റിലാണോ അതോ ലോസിലാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റ് അതിനാണോ? അല്ല. ആ കമ്പനി എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്തത്? ഫണ്ടിൻ്റെ സോഴ്സ്, നിങ്ങൾക്ക് ഫണ്ടിൻ്റെ സോഴ്സ് മനസ്സിലാക്കാം. റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഫണ്ടിൻ്റെ എന്തും മനസ്സിലാക്കാടാ? യൂസും മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയല്ല കേട്ടോ. ആക്ച്വലി ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അറിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അസറ്റ് എഴുതും, പിന്നെ നമ്മൾ ലയബിലിറ്റി എഴുതും, പിന്നെ നമ്മൾ ഇക്വിറ്റി എഴുതും. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് വരിക, രണ്ട് സൈഡ് ആയിട്ടല്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സൈഡിലായിട്ട് എന്ത് ചെയ്തത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പ്രോഫിറ്റ് കാണാനാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാനാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനും കൂടി എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്കടാ. അപ്പോൾ നോക്കുന്ന സമയത്ത് അപ്പോൾ എങ്ങനെയാണ് ലാഭം നഷ്ടമെന്ന് അറിയടാ? നമ്മളെ കമ്പനിയുടെ റവന്യൂ, വരുമാനം ഇങ്ങോട്ട് കിട്ടുന്നതും എന്തും കാണിക്കൂടാ? എക്സ്പെൻസും കാണിക്കും. അപ്പോൾ നമുക്ക് വരുമാനം ഒരു $100 കിട്ടി, എക്സ്പെൻസ് 70 വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ലാഭം എത്രയാണ് വരിക? 30 വരിക. അത്രയേ ഉള്ളൂ. ലാഭമോ നഷ്ടം എന്ന് പറയാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന റവന്യൂ, വരുമാനവും നമുക്ക് വരുന്ന ചിലവുകളും നോക്കിയിട്ട് ബാലൻസ് വരുന്നല്ലേ ലാഭം വരാം. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ നഷ്ടം വരാം, ലാഭം കിട്ടൂല. അപ്പോൾ അടുത്ത സെയിൽ നോക്കാം. സെയിൽ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അക്കൗണ്ട്സിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമല്ല റെക്കോർഡ് ചെയ്യുക, കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതൊക്കെ, അതായത് ക്രെഡിറ്റിനുള്ള കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വൽ അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ സെയിൽ ടോട്ടൽ നടത്തിയത് എത്രയാണോ? $75,000 സെയിൽ നടത്തി. പക്ഷെ 75,000 നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടില്ല? ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ആയിട്ട് കിട്ടണമെന്നില്ല. ആ പ്രൊഡക്റ്റ് നമ്മൾ ആർക്ക് കൊടുത്തു? കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ $75,000 നമ്മൾ എന്തായിട്ട് റെക്കോർഡ് ചെയ്യണടാ? സെയിൽസ് റവന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാഷ് ആയിട്ട് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 5,000 കിട്ടിയിട്ടുള്ളൂ. ഇനി എത്ര കിട്ടാനുണ്ടടാ? 70,000 അടുത്ത് ക്രെഡിറ്റ് ആണ് അല്ലേ? കടത്തിന് കൊടുത്താണ് 70,000 നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഈ സെയിൽ നടന്നു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എവിടെ വരുടാ? ബാലൻസ് ഷീറ്റിൽ വരും. ഇവിടെ നമുക്ക് ഇങ്ങനെയൊന്നും പഠിക്കാറില്ല. ഞാനത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഐഡിയ ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 75,000 സെയിൽ നടക്കുമ്പോൾ 5,000 ക്യാഷ് കിട്ടി, 70,000 കിട്ടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ 70,000 ഉള്ള ക്യാഷിലേക്ക് നമുക്ക് എത്ര ക്യാഷ് കിട്ടിയടാ? എക്സ്ട്രാ 5,000 ക്യാഷ് കിട്ടി. അപ്പോൾ ഇവിടെ 75,000 ആവും. കിട്ടാനുള്ള പൈസക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയടാ? അക്കൗണ്ട് റിസീവബിൾ ആണ്. എത്രയാണ് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് നിന്ന് കിട്ടാനുള്ളത്? 70,000 ആണ്. അപ്പോൾ ഇത് അക്കൗണ്ട് റിസീവബിൾ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യടാ? റെക്കോർഡ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് 70,000, കിട്ടാനുള്ള പൈസ 70,000 ആയിട്ട് കാണിക്കും. നമ്മളെ ക്യാഷിൽ 5,000 വന്നു. 5,000 നമ്മളെ ക്യാഷിൽ കൂടും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്തൊരു പോയിന്റ്, നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്താ? ഇൻവെൻട്രി അല്ലേ? അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് ഈ ഫുൾ ഇൻവെൻട്രി നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇൻവെൻട്രി വേണ്ട. ഈ ഫുൾ ഇൻവെൻട്രി നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു എന്ന് വിചാരിക്കാം.
ഈ 50,000ൻ്റെ ഇൻവെൻട്രി ആണ് നമ്മൾ എത്രയിന് സെയിൽ ചെയ്തടാ? എത്രയിന് സെയിൽ ചെയ്തത്? 75,000ന് സെയിൽ ചെയ്തത്. അപ്പം നമ്മൾ ഇൻവെൻട്രി ഉണ്ടല്ലോ, സെയിൽ ചെയ്യുമ്പോൾ, ഇൻവെൻട്രി സെയിൽ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒഴിവാക്കണം ബാലൻസ് ഷീറ്റിൽ. ഇനി അത് നമ്മളെ കയ്യിലില്ല, അത് വിറ്റുപോയി. അത് വിറ്റുപോയത് ഇൻവെൻട്രി ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടാണ് മാറും. അപ്പോൾ നമ്മൾ എത്രേൻ്റെ ഇൻവെൻട്രിയാണ് വിറ്റത്? നമ്മൾ അസ്യൂം ചെയ്യാണ് ഫുൾ 50,000ൻ്റെ വിറ്റു എന്ന്. ഇപ്പോൾ ഞാൻ ബ്രാക്കറ്റിൽ എഴുതുന്നത് മൈനസ് ഫിഗർ നമ്മൾ പൊതുവെ ബ്രാക്കറ്റിൽ എഴുതാം. അപ്പോൾ 50,000ൻ്റെ ഇൻവെൻട്രി വിറ്റു. അപ്പോൾ 50,000ൻ്റെ ഇൻവെൻട്രി വിറ്റപ്പോൾ നമ്മളെ ലാഭം അല്ലേ എത്രയാണ് വിറ്റതാ? 75,000-നല്ല വിറ്റത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എത്ര ലാഭം കിട്ടിയടാ? പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമുക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് $20,000. $20,000 ഈ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമുക്ക് എന്ത് കിട്ടിയടാ? പ്രോഫിറ്റ് കിട്ടി. പക്ഷെ ഒരു കമ്പനിയിൽ ഇൻവെൻട്രിയുടെ കോസ്റ്റ് മാത്രമാണോ വരുന്നത്? അല്ലല്ലോ, വേറെ എക്സ്പെൻസും വരാനുണ്ട്. അപ്പോൾ ആ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസുകളെ നമ്മൾ പൊതുവെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് റെൻറ്റ് കൊടുക്കണം. ഈ ഒരു എക്സാമ്പിളിലുള്ള കാര്യങ്ങൾ മാത്രം. റെൻറ്റ് കൊടുക്കണം, സാലറി വരാനുണ്ട്, പിന്നെ ഡെപ്രിസിയേഷൻ എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ റെൻറ്റിൻ്റെ കേസ് എടുക്കാം. റെൻറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇവിടെ മനസ്സിലാവേണ്ടത്, ഓക്കെ, ഇവിടെ സാലറി ഉണ്ട്. സാലറി ആക്രൂഡ് സാലറി എന്നല്ല പറയുന്നടാ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സാലറി കൊടുക്കാനുള്ള സമയമായി, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആക്രൂഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സാലറി കൊടുക്കാനുള്ള ടൈമായി കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്തായിട്ട് കാണിക്കണം? എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. നിങ്ങൾ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് പിന്നുള്ള കാര്യം. ഇപ്പോൾ സെയില് നമുക്ക് ക്യാഷ് ഫുള്ള് കിട്ടിയിട്ടല്ലല്ലോ സെയിലായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് എക്സ്പെൻസോ. നിങ്ങൾക്ക് ആ ഒരു സാലറി കൊടുക്കേണ്ട സമയമായ നിങ്ങൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. നിങ്ങൾ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ക്യാഷ് കുറയും. സാലറി കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞത് ലയബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സാലറി 2,000 ഉണ്ട് അല്ലേ? റെൻറ്റോ 6,000 ഉണ്ട്. റെൻറ്റ് എന്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടടാ? ക്യാഷ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാടാ. അവിടെ നോക്ക് കേട്ടോ, ഇവിടെ നോക്ക്. ഇപ്പോൾ റെൻറ്റ് 6,000, റെൻറ്റ് 6,000 എന്തായിട്ട് കൊടുത്തിട്ടുണ്ടടാ? ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ക്യാഷിൽ നിന്ന് 6,000 കുറക്കണ്ടേ അല്ലേ? കാരണം റെൻറ്റ് എത്ര കൊടുത്തോടാ? റെൻറ്റ് 6,000 കൊടുത്തു. അപ്പോൾ എൻ്റെ ക്യാഷിൽ നിന്ന് ഞാൻ 6,000 കുറക്കണം. പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് സാലറി 2,000 ആണ്. പക്ഷെ ഇത് ഞാൻ എന്തായിട്ട് കൊടുത്തിട്ടില്ലടാ? ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടില്ലല്ലോ 2,000. ഇതൊക്കെ എക്സ്പെൻസ് ആട്ടോ. എക്സ്പെൻസ് മൈനസ് ചെയ്യാനുള്ള കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതുന്നത്. ഇപ്പോൾ സാലറി 2,000 കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. കൊടുക്കാനുള്ളതല്ലേ? കൊടുക്കാനുള്ളത് നിങ്ങൾ എന്തായിട്ട് റെക്കോർഡ് ചെയ്യടാ? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആക്രൂഡ് സാലറി കൊടുക്കാനുണ്ട്. അതെന്തായാലും 1 വർഷത്തിനുള്ളിൽ കൊടുക്കും. അതുകൊണ്ടാണ് കറന്റ് ലയബിലിറ്റി. എത്രയാണ് കൊടുക്കാനുള്ളതാ? 2,000 കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ അത് ക്യാഷിൽ നിന്ന് കുറക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് ക്യാഷിൽ നിന്ന് ഇനി കുറക്കുക? ക്യാഷിൽ നിന്ന് കുറക്കുക സാലറി കൊടുക്കുമ്പോഴാണ്. അപ്പോൾ സാലറി കൊടുക്കുമ്പോൾ ക്യാഷിൽ നിന്നും കുറയും. നമ്മൾ ഈ ആക്രൂഡ് സാലറി എന്ത് ചെയ്യുന്നുണ്ടാവും? കുറയുന്നുണ്ടാവും. പിന്നെ ഇതിൽ ഡെപ്രിസിയേഷൻ എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ ഡെപ്രിസിയേഷൻ എന്നുള്ള ടേമും അല്ലേ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ സേഫ് എക്സാമ്പിൾ പറയാം. ഞാൻ എന്ത് ചെയ്തടാ? ഒരു 50,000 രൂപയുടെ ഫോം വാങ്ങി. 5 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വാല്യൂ 5,000 ആയി. ഇതിൻ്റെ വാല്യൂ 5,000 ആയി എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞോടാ? 45,000 അതിൻ്റെ വാല്യൂ കുറഞ്ഞില്ലേ? ഈ കുറഞ്ഞ 45,000-നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഈ 45,000 പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആ അസറ്റ് വാങ്ങുമ്പോൾ ക്യാഷ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ അസറ്റിൻ്റെ വാല്യൂ കുറയുന്ന രീതിയിൽ ആ കുറയുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. പക്ഷെ അത് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് പോകുന്നില്ല. ക്യാഷ് എപ്പോൾ പോയിട്ടുണ്ട്? അസറ്റ് വാങ്ങിയപ്പോൾ ഞാൻ ഈ 50,000-ൻ്റെ ഫോം വാങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 50,000 ചിലവായിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു? 5 വർഷം കൊണ്ട് ഇത് എത്ര ആയടാ? 45 കുറഞ്ഞ് 5,000 ആയി. കുറഞ്ഞപ്പോൾ ഈ 45 കുറഞ്ഞില്ലേ? അത് കുറഞ്ഞ 45 ഡെപ്രിസിയേഷൻ എക്സ്പെൻസ്. അത് ഓരോ വർഷവും ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അസറ്റിൽ നിന്ന് കുറച്ചിട്ട് എക്സ്പെൻസ് ആയിട്ട് എവിടെ കാണിക്കണടാ? ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഓക്കെ. അപ്പോൾ ഡെപ്രിസിയേഷൻ എക്സ്പെൻസ് സേഫ് എക്സാമ്പിൾ പറയാം. നമുക്കിവിടെ ഡെപ്രിഷിയേറ്റ് ചെയ്യാൻ അല്ലേ? ഏത് അസറ്റാണ് ഡെപ്രിഷിയേറ്റ് ചെയ്യുക? ഫിക്സ്ഡ് അസറ്റാണ് ഡെപ്രിഷിയേറ്റ് ചെയ്യുക.
അപ്പോൾ സേഫ് എക്സാമ്പിൾ പറയാം, ഇതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു $10,000 ഡെപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക, ഇതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ ഒരു എസ്റ്റിമേഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 10,000 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ വാല്യൂ കേട്ടോ, ഇതിനെ നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയും. ബുക്ക് വാല്യൂ പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലുള്ള വില. ഇനി ഈ അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂടാ? 90,000 ഉള്ളൂ, 90,000 ഉള്ളൂ. കാരണം 10,000 ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ എന്തായിട്ട് കാണിക്കാൻ പോവുക? ഡെപ്രിസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ 10,000 ഡെപ്രിസിയേഷൻ എക്സ്പെൻസ് കാണിച്ചു. ഓക്കെ, പക്ഷെ അത് നമ്മൾ എന്തെന്ന് കുറച്ചില്ല, ക്യാഷ് എന്ന് കുറച്ചില്ല. കാരണം ഡെപ്രിസിയേഷൻ എക്സ്പെൻസ് നമ്മൾ നോൺ ക്യാഷ് എക്സ്പെൻസ് എന്നാണ് പറയാം. അത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് പോകുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. ആ കുറയുന്ന വാല്യൂ ആണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറഞ്ഞ വാല്യൂ എന്ത് ചെയ്തോടാ? അസറ്റിൽ നിന്ന് കുറച്ചു. 1,00,000 ഉള്ള അസറ്റിന് ഇനി 1,00,000 വാല്യൂ ഇല്ല ബുക്കിൽ. എത്രയേ ഉള്ളൂ? 90 ഉള്ളൂ. 10,000 ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ തീർന്നു. ഈ എക്സ്പെൻസുകൾ നമ്മൾ ഓവറോൾ എന്ത് എക്സ്പെൻസ് എന്ന് പറയടാ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയും. ഓവറോൾ എന്ത് എക്സ്പെൻസ് എന്ന് പറയടാ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയും. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭത്തിനെയാണ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയും. ബിസിനസ് റൺ ചെയ്യാൻ വരുന്ന എക്സ്പെൻസ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അത് കുറച്ചിട്ടുള്ള ലാഭത്തിനെയാണ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലേ, ഇവിടെ 20,000 അല്ല കേട്ടോ വരിക, സോറി കേട്ടോ, 75, 50,000 അല്ലേ കോസ്റ്റ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ 25 ലാഭമുണ്ട്. അതിൽ 6,000, 2,000, 10,000 അല്ലേ, ടോട്ടൽ 18 കോസ്റ്റ് കുറഞ്ഞാൽ നമ്മൾ ലാഭം ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാണ്? 18 എക്സ്പെൻസ് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാടാ? 7,000 വന്നു. ഇനി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടല്ലോടാ, ലോൺ എടുത്തപ്പോൾ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വന്നുടാ? ലോൺ എടുത്തപ്പോൾ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വന്നു? 1,000 ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വന്നല്ലോ, ക്യാഷ് ആയിട്ടല്ല കൊടുത്തത്. അപ്പോൾ നമ്മളെ ക്യാഷിൽ നിന്ന് എത്രയും കൂടി കുറക്കൂടാ? 1,000 കൂടിയും കുറക്കും. ലോൺ എടുത്തപ്പോൾ ഇൻട്രസ്റ്റ് 1,000 ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ 1,000 ക്യാഷ് കുറക്കും. ഓക്കെ, അപ്പോൾ 1,000 ക്യാഷ് കുറച്ചിട്ട് നമ്മളിത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ കാണിക്കാത്തടാ? ഇത് ബിസിനസ്സിൽ നിന്ന് വന്ന കോസ്റ്റ് അല്ലല്ലോ, ഇത് നമ്മളെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് വന്നല്ലേ. ഇത് ഫൈനാൻസ് റിലേറ്റഡാണ്, ബോറോ ചെയ്തത് കൊണ്ട് വന്നതാ. ബോറോ ചെയ്തതും ബിസിനസ് ചെയ്യാൻ വരുന്ന എക്സ്പെൻസും രണ്ടല്ലടാ. ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ബോറോ ചെയ്യാൻ വരുന്ന എക്സ്പെൻസ് ആണ് ഫൈനാൻസിങ് എക്സ്പെൻസ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ എടുത്തതാ. ഈ ബിസിനസ് കാരണം വന്നല്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് വന്ന എക്സ്പെൻസാണ്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൊണ്ട് കാണിക്കണം. 1000. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 1000 കുറക്കും. 1000 കുറക്കുമ്പോൾ നമുക്ക് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് എത്ര കിട്ടൂടാ? $6,000 ലാഭം കിട്ടും. ഇനി ഇതിൽ നിന്ന് ഗവൺമെൻറ്റിന് എന്ത് കൊടുക്കണം? 30% ടാക്സ് കൊടുക്കണം കേട്ടോ. നമ്മൾ എക്സാമ്പിൾ പറയുന്നുണ്ടാ, എത്ര ശതമാനം ടാക്സ് കൊടുക്കണം? 30% ടാക്സ് കൊടുക്കണം. ഓക്കെ, 30% ടാക്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ പോയിട്ട് 30% ടാക്സ് കൊടുക്കുകയാണ്. അപ്പോൾ 30% ടാക്സ് കൊടുക്കുന്നത് ഇവിടെ നോക്കടാ, 30% ടാക്സ് കൊടുക്കുന്നത് ഏതിൻ്റെ 30? ലാഭത്തിൻ്റെ 30 എടുത്താൽ മതി. അപ്പോൾ ഇൻറ്റു 6,000 അല്ലേ, 6,000 അല്ലേ ലാഭം. അപ്പോൾ ലാഭത്തിൻ്റെ 30% എന്ന് പറയുമ്പോൾ ഏകദേശം $1,800 നമ്മൾ എന്ത് കൊടുക്കണടാ? ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ലാഭം എത്ര ആയിട്ട് കുറയടാ? ലാഭം ജസ്റ്റ് 4,200 നമ്മളെ ലാഭം കുറയും. നമ്മൾ ലാഭം എത്ര ആയിട്ട് കുറയടാ? 4,200 നമ്മളെ ലാഭം മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ് ഇൻകം. ഈ ലാഭം അറിയാൻ വേണ്ടിയിട്ടാണ്, ഈ ബിസിനസ്സിലെ ലാഭം അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് കണക്ട് ചെയ്ത് ബാലൻസ് ഷീറ്റ് കണക്ട് ചെയ്തൊരു കാര്യം കൂടി ഉണ്ടടാ. ടാക്സ് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്യാഷിൽ നിന്ന് 1,800 കുറക്കണ്ടേ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക? നമ്മളെ ക്യാഷിൽ നിന്ന് 1,800 ടാക്സിൻ്റെ എമൗണ്ടും കൂടി കുറച്ചു. ഓക്കെ, അപ്പോൾ 70,000 ആയിരുന്നു, അതിക്കൊരു 5,000 കിട്ടിയില്ലേ? അതിക്കൊരു 5,000 കിട്ടി. 6,000 മൈനസ് 1,000 മൈനസ് 1,800. നമ്മളെ കയ്യിലെ ക്യാഷ് എത്രയായിട്ട് കുറഞ്ഞടാ? 66,200 കുറഞ്ഞു അല്ലേ? നമ്മളെ കയ്യിലെ ക്യാഷ് 66,200 കുറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ കേട്ടോ.
ഇവിടെ നോക്കടാ. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവേണ്ടത് ആ കമ്പനിക്ക് ഒരു വർഷം എന്തൊക്കെ രീതിയിലാണ് വരുമാനം റവന്യൂ കിട്ടിയത്, എന്തൊക്കെ ചിലവുകളാണ് വന്നത് എന്നൊക്കെ നോക്കിയിട്ട് ആ കമ്പനിക്ക് എന്ത് മനസ്സിലാക്കാം, ആ കമ്പനിയുടെ ലാഭം മനസ്സിലാക്കാം. ഈ ലാഭം നമ്മൾ ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ അത് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് കൊണ്ടുപോയി ആഡ് ചെയ്യും. കാരണം ഇത് ഓണേഴ്സിന് കൊടുക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് മാപ്പ് ഇതിന് ഇക്വിറ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മാപ്പ് എന്നല്ല, നമ്മളിത് ഇക്വിറ്റിൻ്റെ അണ്ടറിലാണ് കാണിക്കുക. എന്താടാ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് ലാഭം കിട്ടിയിട്ടുള്ളത്, 4,200. അത് നമ്മൾ എന്ത് ചെയ്യടാ, റീറ്റെയിൻഡ് ഏർണിങ്സിൽ കൊണ്ടുപോയിട്ട് ഇടും. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എത്രയാടാ എമൗണ്ടുകൾ വരുന്നത്, 30,000 പ്ലസ് 40,000 പ്ലസ് 52,000 പ്ലസ് 1,04,200 226,200 ആണ് ഈ സൈഡിൽ ടോട്ടൽ വരുന്നത്, ലയബിലിറ്റിയും ഇക്വിറ്റിയും. ഈ സൈഡ് നോക്കുമ്പോൾ അസറ്റ് സൈഡ് നോക്കുമ്പോൾ 66,200 പ്ലസ് 70,000 കിട്ടാനുണ്ട്, പ്ലസ് 90,000, 226,200 വന്നു അല്ലേ അസറ്റ് സൈഡ്. രണ്ട് സൈഡും ടാലി ആയില്ലേ. ഇതാണ് എന്താടാ ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ അക്കൗണ്ട്സിലെ ബേസ് ഞാൻ പ്രാക്ടിക്കൽ രീതിയിൽ പറയാൻ ഉദ്ദേശിച്ചു കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് വരുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും അല്ലേ. ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ എന്താണ് മനസ്സിലാവുക, ഒരു കമ്പനി എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത് എന്ന് ഏത് സൈഡ് നോക്കിയാൽ, ലയബിലിറ്റി ഇക്വിറ്റി സൈഡ് നോക്കിയാൽ മനസ്സിലാവും. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഏത് സൈഡ് നോക്കിയാലും മനസ്സിലാവടാ, ഏത് സൈഡ് നോക്കിയാലും മനസ്സിലാവും, അസറ്റ് സൈഡ് നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവുന്നതാണ്. ദെൻ എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിയുടെ വരുമാനവും ചെലവും അതിന് നമ്മൾ പറയുന്ന റവന്യൂ എക്സ്പെൻസും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അത് നോക്കിയാൽ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എത്രയാണ് ലാഭം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത്, ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉണ്ടടാ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കണ്ടോടാ അല്ലേ. ഒന്ന് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ് ഉണ്ട്, ഫൈനാൻസിങ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ് ഉണ്ട്. ഇങ്ങനെ 3 ഹെഡിൻ്റെ അണ്ടറിലാണ് കമ്പനിയുടെ ക്യാഷ് ഫ്ലോസ് കാണിക്കുക. ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ ഇൻഫ്ലോ എന്ന് പറയും. ഓക്കെ, ഇങ്ങോട്ട് കിട്ടുന്നതാണെങ്കിൽ ഇൻഫ്ലോ എന്നും കൊടുക്കുന്നതാണെങ്കിൽ എന്തും പറയും, ഔട്ട്ഫ്ലോ എന്ന് പറയും. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് അല്ലടാ. അപ്പോൾ ഈ പീരീഡിൽ നമ്മളെ ബിസിനസ്സിൽ ഉള്ള ക്യാഷിലുള്ള ചേഞ്ച് ഉണ്ടല്ലോ, അത് 3 ആക്ടിവിറ്റീസ് ആയിട്ട് തിരിച്ചിട്ട് അതിൻ്റെ അണ്ടറിൽ അല്ലേ എത്രയൊക്കെയാണ് ക്യാഷ് വന്നത് എത്രയാണ് ക്യാഷ് പോയത് എന്നാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തേ മനസ്സിലാവുള്ളൂ, ജസ്റ്റ് ഒരു യൂസ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ കമ്പനിയുടെ കയ്യിൽ കറൻ്റ്ലി 66,200 എന്തുണ്ട്, ക്യാഷ് ഉണ്ട് എന്ന് മനസ്സിലാവും. അതൊന്നും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നതാണോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലേ അത് 3 ഹെഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാടാ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ, ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ കേട്ടോ. അപ്പോൾ ഇത് ടഫാണെന്ന് കരുതരുത് കേട്ടോടാ. അതായത് നിങ്ങൾക്ക് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനില്ല, പിന്നെന്തില്ല, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനില്ല. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരും എങ്ങനെയൊക്കെ വരും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അല്ലേ ജസ്റ്റ് ഒരു ബേസും കൂടിയും കിട്ടിക്കോട്ടെ,
അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി അല്ലേ ഒരു റിയൽ സിനാരിയോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്തതെന്ന് ലയബിലിറ്റി ഇക്വിറ്റി സൈഡ് നോക്കിയാൽ മനസ്സിലാവില്ലടാ. അതാണ് ഏതിൽ കാണിക്കുന്നത്, ഫിനാൻസിങ് ക്യാഷ് ഫ്ലോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്, ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ലോങ് ടേം ലോൺ ഉണ്ട്, ഷോർട്ട് ടേം ലോൺ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫണ്ട് റേസ് ചെയ്തത്. ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത് അല്ലേ, ക്വസ്റ്റ്യനിൽ നോക്കടാ, ഷെയർ ഇഷ്യൂ ചെയ്തു, ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് 1 ലക്ഷം, ലോങ് ടേം ലോണ് 50,000, ഷോർട്ട് ടേം ലോണ് 30,000. അപ്പോൾ ഇത്രയല്ല നമുക്ക് ക്യാഷ് വരുന്നത്. അപ്പോൾ കടം വാങ്ങല്ലടാ, കടം വാങ്ങുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ, നമുക്ക് പൈസ കിട്ടില്ലടാ കടം വാങ്ങുമ്പോൾ. 1 ലക്ഷം ക്യാഷ് ഓണേഴ്സ് ബിസിനസ്സിലേക്ക് തന്നു, 50,000 ലോൺ എടുത്തപ്പോൾ ക്യാഷ് കിട്ടി, 30,000 ഷോർട്ട് ടേം ലോൺ എടുത്തപ്പോൾ ക്യാഷ് കിട്ടി. ഇങ്ങനെ നമ്മൾ ഫിനാൻസ് ചെയ്തതാണ് ഏത് ആക്ടിവിറ്റീൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഏത് ക്യാഷ് ഫ്ലോൻ്റെ അണ്ടറിൽ വരിക, ഫിനാൻസിങ് ക്യാഷ് ഫ്ലോൻ്റെ അണ്ടറിൽ വരിക. അപ്പോൾ ഇത് ടോട്ടൽ എത്ര വന്നടാ, 1,80,000 180,000 നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പൈസ നമ്മൾ വെറുതെ വെച്ചില്ലല്ലോ, പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലേ. അപ്പോൾ നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏതിൽ വരുന്നുണ്ടാവാടാ, ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോയിൽ വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ആകെ അങ്ങനെ നോൺ കറൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് എന്തിൽ മാത്രമാടാ, എന്തിൽ മാത്രം, മെഷീനിൽ മാത്രമാണല്ലോ. അപ്പോൾ മെഷീൻ എത്രയാ പർച്ചേസ് ചെയ്തേ, അപ്പോൾ മെഷീൻ എത്രയാ പർച്ചേസ് ചെയ്തടാ, മെഷീന് പർച്ചേസ് ചെയ്തത് ഇവിടെ നോക്കടാ, ഇവിടെ കണ്ടോ, 1 ലക്ഷത്തിനല്ലേ മെഷീൻ പർച്ചേസ് ചെയ്തേ. അപ്പോൾ 1 ലക്ഷം ക്യാഷ് കൊടുത്തില്ലേ. അപ്പോൾ അതാണ് ഇൻവെസ്റ്റിങ്ങിൽ വരിക അല്ലേ, നമ്മൾ ലോങ് ടേമിലേക്ക് എന്താ വാങ്ങി വെച്ചത് എന്ന് അസറ്റായിട്ട്. അപ്പോൾ മെഷീന് നമ്മൾ പൈസ കൊടുക്കാട്ടോ ചെയ്യുന്നടാ, മെഷീൻ വാങ്ങുമ്പോൾ അല്ലേ, മെഷീൻ നമ്മൾ എന്ത് ചെയ്തടാ, പർച്ചേസ് ചെയ്തു. മെഷീൻ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ എത്ര കൊടുത്തുടാ, 1 ലക്ഷം കൊടുത്തു. 1 ലക്ഷം ഔട്ട്ഫ്ലോ കേട്ടോ, മൈനസ് ഫിഗർ. അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റിങ്ങിൽ ആകെ നമുക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, 1 ലക്ഷം ഔട്ട്ഫ്ലോ വന്നു, 1 ലക്ഷം ഔട്ട്ഫ്ലോ വന്നു. ഇനി ഓപ്പറേറ്റിംഗ്, നമ്മുടെ ഡേ ടു ഡേ ബിസിനസ്സിൽ നിന്ന് വരുന്ന ക്യാഷുകൾ. ഇപ്പോൾ ഡേ ടു ഡേ ബിസിനസ്സിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ സപ്ലയർക്ക് പൈസ കൊടുത്തില്ലടാ, ക്യാഷ് പെയ്ഡ് ടു സപ്ലയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ എന്ത് ചെയ്താ, ഇൻവെൻട്രി വാങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാടാ, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം, ഇൻവെൻട്രി വാങ്ങിയപ്പോൾ എത്ര ക്യാഷ് കൊടുത്തു, 10,000 ക്യാഷ് കൊടുത്തു. അത് നമ്മുടെ ഡേ ടു ഡേ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ബിസിനസ്സിന് വരുന്ന ക്യാഷ് ഫ്ലോസ് ആണ് ഓപ്പറേറ്റിങ്ങിൽ വരിക, ലോങ് ടേം അല്ല, നമ്മുടെ ഡേ ടു ഡേ ബിസിനസ്സിന് നമ്മൾ ചിലവാക്കുന്ന ക്യാഷുകളാണ് വരിക. അപ്പോൾ ഇവിടെ ഇൻവെൻട്രി വാങ്ങുന്നത് സെയിൽ ചെയ്യാനാണ്, അപ്പോൾ അത് ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ചിലവാക്കുന്നതല്ലേ. അപ്പോൾ ഇൻവെൻട്രിക്ക് നമ്മൾ 10,000 കൊടുത്തു, സെയിൽ നടത്തിയപ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ട് എത്രയേ കിട്ടിയിട്ടുള്ളൂ, 5,000 കിട്ടിയിട്ടുള്ളൂ. ഇത് രണ്ടും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിലാണ് വരിക. ഓക്കെ, അപ്പോൾ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയടാ, 5,000 കിട്ടി. ഇൻവെൻട്രി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കൊടുത്തോടാ, 10,000 കൊടുത്തു. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കിട്ടുകയാണ്, മറ്റേത് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ഒരു മാറ്റമുണ്ട്, കൊടുക്കുമ്പോൾ ഔട്ട്ഫ്ലോ ബ്രാക്കറ്റിൽ എഴുതും. പിന്നെ ഉള്ള ക്യാഷ് ഫ്ലോസ് നോക്കടാ, പിന്നെയുള്ള ക്യാഷ് ഫ്ലോസ് താഴേക്ക് വരുമ്പോൾ സാലറി ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ക്യാഷ് അല്ലാത്ത കാര്യങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ ക്യാഷുള്ള ചേഞ്ച് മാത്രമേ ഇവിടെ കാണിച്ചാൽ മതി. റെൻറ്റ് 6,000 പോയി, ഇൻട്രസ്റ്റ് 1,000 പോയി, പിന്നെ ടാക്സ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചില്ലടാ. ടാക്സ് എത്രയാണ് പോയത്, ഇവിടെ നോക്കടാ, ടാക്സ് എത്രയാണ് പോയത്, ടാക്സ് 1,800 അല്ലേ, ടാക്സ് 1,800 പോയില്ലേ. അപ്പോൾ ടാക്സ് 1,800 ക്യാഷ് ആയിട്ട് പോയി, ഇൻട്രസ്റ്റ് 1,000 പോയി, പിന്നെ ഇവിടെ ക്യാഷ് ആയിട്ട് പോയത് റെൻറ്റ് എത്രയാ, 6,000. ഇത്രയല്ലേ ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഓപ്പറേറ്റിങ്ങിൽ കാണിക്കുകയാണ് കേട്ടോ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ക്യാഷ് ഫ്ലോസ് ഒക്കെ നമ്മൾ ഓപ്പറേറ്റിങ്ങിൽ കാണിക്കുകയാണ്. ഇപ്പോൾ റെൻറ്റ് പോയി അല്ല, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ഡേ ടു ഡേ ബിസിനസ്സിലെ എക്സ്പെൻസും റവന്യൂ അല്ലേ വരുന്നത്, അതാണ് നിങ്ങൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിൽ കാണിക്കേണ്ടത്. അപ്പോൾ റെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് 6,000 പോയടാ, ഔട്ട്ഫ്ലോ ആണ്. പിന്നെയോ ഇൻട്രസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് 1,000 പോയി, 1,000 കൊടുത്തിട്ടുണ്ട്. ടാക്സ് ആയിട്ട് നമ്മൾ എത്ര കൊടുത്തോടാ, 1,800 കൊടുത്തിട്ടുണ്ട്. ഇത്രയല്ല അവിടെ ക്യാഷ് ആയിട്ട് പോയിട്ടുള്ളതാ.
അപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമുക്ക് നെഗറ്റീവാണ് കിട്ടുക കേട്ടോ. നമുക്ക് ആകെ ഇങ്ങോട്ട് കിട്ടിയത് 5000 ഉള്ളൂ, ബാക്കിയൊക്കെ കൊടുത്തല്ലേ. അപ്പോൾ 5000 ഇൻഫ്ലോ ആണ്, മൈനസ് കൊടുത്തത് 10,000 മൈനസ് 6,000 മൈനസ് 1000 മൈനസ് 1800. ഓക്കെ, അപ്പോൾ ഏകദേശം 13,800 നമ്മളെ കയ്യിൽ നിന്ന് എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത് ബ്രാക്കറ്റിൽ നെഗറ്റീവിൽ വരുന്നത്. നെറ്റ് ക്യാഷ് ഇൻഫ്ലോ അല്ല, ഇവിടെ നെറ്റ് ക്യാഷ് എന്താടാ, ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. കൂടുതൽ കൊടുക്കുകയാണ് ചെയ്തത്, കിട്ടുന്നതിനേക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ട്, 13,800. അപ്പോൾ 16, 17, 18,800, 13,800. അപ്പോൾ ഇവിടെ നോക്കടാ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ എങ്ങനെ എന്താ മനസ്സിലാവടാ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലേ നമ്മൾ ഫിനാൻസ് ചെയ്ത ക്യാഷ് എത്രയുണ്ട് നമ്മളെ കയ്യിൽ, അത് വെച്ച് എത്ര ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ആ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ നിന്ന് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയോ അതോ കൂടുതൽ ക്യാഷ് അങ്ങോട്ട് കൊടുത്തോ എന്നൊക്കെ എന്ത് ചെയ്യും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലേ 3 ക്യാഷ് ഫ്ലോസ് അല്ലേടാ വരുന്നത്. ഒന്ന് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, അത് എത്രയാണ് വന്നടാ, 13,800 എക്സ്ട്രാ നമുക്ക് കൊടുക്കേണ്ടി വന്നു. പിന്നെയോ ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ. ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. മെഷീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാടാ, മെഷീൻ വാങ്ങിയപ്പോൾ എത്ര കൊടുത്തു, 1 ലക്ഷം കൊടുത്തു. പിന്നെ നമുക്ക് വരുന്നത് എന്താടാ, ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ. ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ അല്ലേ, നമുക്ക് കൊടുത്തൊന്നുമില്ല, ഒന്നും തിരിച്ചടിച്ചിട്ടില്ലല്ലോ, ഒക്കെ കിട്ടിയതല്ലേ. എത്രയാ, 180 ഇൻഫ്ലോ. അപ്പോൾ ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ 180. ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ 180. ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ എത്രയാടാ, 180 അല്ലേ വരുന്നത്. അപ്പോൾ ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ 180. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ, 180 നമുക്ക് ഇൻഫ്ലോ ആണ്. അതിന് നമ്മളെ കയ്യിൽ നിന്ന് ചിലവാകുന്നതാണ് എന്താ, 1 ലക്ഷം ഇൻവെസ്റ്റിങ്ങും 13,800 ഓപ്പറേറ്റിംഗിന്നും എക്സ്ട്രാ പൈസ അങ്ങോട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ 1,13,800 അങ്ങോട്ട് കൊടുക്കേണ്ടടാ, 1,13,800 അങ്ങോട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇനി നമ്മളെ കയ്യിൽ ബാലൻസ് ഉള്ള ക്യാഷ് ഫ്ലോ എത്രയാടാ, 66,200 അല്ലേ. ഇതാണ് നമ്മളെ കയ്യിലുള്ള ക്യാഷ്, ഇതാണ് നമ്മളെ ക്യാഷ് ബാലൻസ് അല്ലേ. ഈ ക്യാഷ് നമുക്ക് എവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് ഉണ്ട് എന്ന്, ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മനസ്സിലാവും നമ്മളെ കയ്യിൽ എത്ര ഉണ്ട്, 66,200 ഉണ്ട് എന്ന്. പക്ഷേ നമ്മളെ മെയിൻ ബിസിനസ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗിൽ നിന്ന് എത്ര ക്യാഷാണ് വന്നത്, അല്ലെങ്കിൽ ക്യാഷ് കൂടുതൽ കൊടുത്തിട്ടുണ്ടോ, നമ്മൾ എത്ര ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാഷൊക്കെ നമ്മൾ എങ്ങനെയാണ് റേസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേണടാ, ഏത് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേണം. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരാം. എന്തൊക്കെയാണ് ഞാൻ നമ്മൾ നോക്കിയത്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ബാലൻസ് ഷീറ്റ് നോക്കിയാൽ എന്താണ് മനസ്സിലാവുക, ഒരു കമ്പനി എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്തതെന്ന് ലയബിലിറ്റി ഇക്വിറ്റി നോക്കിയാൽ മനസ്സിലാവും. ആ ഫണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് അസറ്റ് സൈഡ് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലോ, ആ കമ്പനിയുടെ റവന്യൂം എക്സ്പെൻസും നോക്കിയിട്ട് ആ കമ്പനി പ്രൊഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാവും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലോ, ആ കമ്പനിക്ക് ക്യാഷ് കിട്ടിയിട്ടുള്ളത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് നിന്നാണോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നിന്നാണോ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നിന്നാണോ അവർക്ക് ക്യാഷ് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. ഇതാണ് 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനുണ്ടോ, ഇല്ല, നിങ്ങൾക്ക് എന്തേ ഉള്ളൂടാ, ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂടാ ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനൊരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെ. അവർക്ക് അവരുടെ മെയിൻ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ക്യാഷ് അവർ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നും അല്ലേ, അവരുടെ ഫൈനാൻസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസും ആണ് എന്ത് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്കൊരു വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ, ഒരു വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ, ഓരോ കമ്പനീസിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഇത് ആക്സെഞ്ചർ എന്ന് പറഞ്ഞ കമ്പനി കേട്ടോ. ഈ ആക്സെഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണിത് അല്ലേ. റവന്യൂ പറഞ്ഞാൽ സെയിൽസ്,
കോസ്റ്റ് ഓഫ് റവന്യൂ പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ് ഓരോ വർഷത്തുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യടാ, ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കടാ, ജസ്റ്റ് ഇതിൽ 2024 അല്ലെങ്കിൽ 20 എടുക്കാം നമുക്ക് കേട്ടോ, 2020 എടുക്കുക. ഇപ്പോൾ 2020 ഈ കമ്പനി ലാഭത്തിലാണോ അല്ലയോ നോക്കടാ. നെറ്റ് ഇൻകം അല്ലേ, ഏകദേശം ഈ കമ്പനിക്ക് $5.11 ബില്യൺ എന്തുണ്ടാ നെറ്റ് ഇൻകം ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് എങ്ങനെയൊക്കെയാണ് കിട്ടിയത് നോക്കാം, മുകളിൽ നോക്കിയാൽ മനസ്സിലാവടാ അല്ലേ, അവർക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന എക്സ്പെൻസ് ഒക്കെ. അപ്പോൾ ഈ കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ദെൻ ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് ക്യാഷ്, കറണ്ട് അസറ്റ്, ഇൻവെൻട്രി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫിക്സ്ഡ് അസറ്റിനാണ് പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ് എന്ന് പറയാം. ലാൻഡ് ആണെങ്കിൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആണെങ്കിൽ ബിൽഡിങ്, എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ മെഷീനറീസ്, അതിനുള്ള യൂസ് ചെയ്യുന്ന ടേമാണ്. പിന്നെ ഗുഡ് വിൽ ഒരു അസറ്റ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, അതൊക്കെ കാണിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയടാ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് താഴെ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ഒരു ഇൻവെസ്റ്റർക്ക് ഒരു കമ്പനിയുടെ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ചെയ്യേണ്ടയോ എന്ന് തീരുമാനിക്കാം അല്ലേ. ബാങ്കിന് ലോൺ കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന് തീരുമാനിക്കാം അല്ലേ. ലാഭത്തിലാണ്, ലയബിലിറ്റി കടം കുറവാണെങ്കിലൊക്കെ ധൈര്യമായിട്ട് ലോൺ കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറേ യൂസേഴ്സ് എന്തിനുണ്ടടാ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നടാ, പാർട്ട് 1 സെക്ഷൻ എയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ എയിൽ ഞാൻ ഈ ഒരു ഡെമോ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല, അത് നമ്മുടെ വെറും ബേസാണ്. നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി, എന്താണ് ഇക്വിറ്റി എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻവെൻട്രിയിൽ ഫിഫോ ലിഫോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ജസ്റ്റ് അതും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ നോക്കടാ, ഇൻവെൻട്രി എടുക്കാം. ഇൻവെൻട്രി എടുക്കുക. അപ്പോൾ ഇൻവെൻട്രി എടുക്കുന്ന സമയത്ത് കേട്ടോ കുറേ കാര്യങ്ങൾ ഇൻവെൻട്രി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇൻവെൻട്രിയിലെ കോസ്റ്റ് ഫ്ലോ അസംഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാങ്ങിയത് ഫസ്റ്റ് വിൽക്കാണോ അതോ ലാസ്റ്റ് വാങ്ങിയതാണോ ഫസ്റ്റ് വിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഏതിൽ പഠിക്കടാ, പാർട്ട് 1 സെക്ഷൻ എയിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം അല്ലേ, നിങ്ങൾ CMA-USAക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ എയിൽ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ജസ്റ്റ് ബേസാടാ, ജസ്റ്റ് ബേസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷന് വളരെ ഈസി ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് എന്ത് ചെയ്യടാ അല്ലേ, നമ്മളെ CMA-USA ക്ലാസ്സിൽ വെച്ചിട്ട് കാണാം കേട്ടോ. താങ്ക് യു.